ഹലോ ഹലോ ഹലോ, അറിയാച്ചനാണ്. അറിയാച്ചനാ? ഓ, ഏത് അറിയാച്ചൻ? ഞാൻ ഇന്നലെ അച്ഛനെ കൊണ്ട് പല്ല് പറിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നില്ലേ? ആ കറിയാച്ചൻ, പറ പറ പറ. അതെ, ആ അച്ഛന്റെ പറിച്ച പല്ലിന്റെ അടുത്തിരുന്ന സ്വർണ്ണ പല്ല് കാണാനില്ല കേട്ടാ. അതോടെ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ തരുവോ? ഒരു 2 മാസം കഴിഞ്ഞ് വരുമോ? അതെന്താ അങ്ങനെ? പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോ ഞാൻ എടുത്ത് പറയാൻ പറ്റാ സാധനം. ഓ 2 മാസം 2 മാസം അവധിയെ ചോദിക്കണുള്ളൂ. ശരി, രാവിലെ മെനക്കെടുത്താനായിട്ട് അടുത്ത ആളെ കയറ്റി വിടെ. ടോക്കൺ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. മക്കളെ ആകെ 10 മിനിറ്റേ ഉള്ളൂ, അതിലാകെ ആക്കുവോ? ഇല്ല മോനെ. അവിടെ ചെത്തിരി. ആ മോനെ, അമ്മമ്മക്ക് ഒരു സാധനം ഉണ്ട്. ഓ ഇതൊക്കെ ഇവിടെ പറക്കി വെച്ചാൽ ഞാൻ പിന്നെ ഇവിടെ ചെന്നിരിക്കും. എന്താണ് അമ്മച്ചി? പല്ലെടുക്കണം. അയ്യോ, ഞാൻ ഈ തല പരിശോധിക്കുന്ന ആളല്ല, പല്ലിന്റെ ആളാണ്. ഇങ്ങനെ തല കുമ്പിട്ടിരുന്ന എനിക്ക് പറ്റുമോ? അതല്ല മോനെ, പെട്ടെന്ന് നടുവിനൊരു പിടുത്തം മോനെ. നിവർന്നിരി, ഓ നിവർന്നിരി. ഓ, ഞാൻ തന്നെ പിടിച്ച് നിവർത്താം. ആരുടെ അടച്ചിട്ടിരുന്ന വാതിൽ വീണ്ടും തുറന്നു? വാതിലല്ലേ മോനെ, അമ്മച്ചിയാണ്. അമ്മച്ചിയാണോ? അമ്മച്ചിയുടെ ഞെട്ടുമ്പോട്ടൊക്കെ കിടക്കണം മോനെ. അത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നോക്കാം. ഇപ്പൊ എന്തൊരു കംപ്ലൈന്റ് എന്തര്? പല്ലെടുക്കണം മോനെ. പല്ലെടുക്കണോ? വാതൊന്ന് തുറ. ഇതെന്തോ പഴയ ഓട് ഫാക്ടറിയാ? നോക്കും മോനെ. നോക്കാം. കേടുണ്ട് അവിടെ ഇവിടെ കേടേ. ഇതൊരെണ്ണത്തെ തുടങ്ങിയതാ മോനെ, ഇപ്പൊ മുഴുവൻ. ഞാൻ ഒന്ന് തട്ടി നോക്കട്ടെ. തട്ടണ്ട പോലെ പഴയ പോലല്ലോ, ഉറങ്ങി കിടക്കണല്ലേ ഓണത്തട്ട. ഉണത്തണ്ടേ? അങ്ങനെയല്ലെന്ന് നോക്കണോന്നത്. വേണ്ട. ഇതേ റൂട്ട് കനാൽ ചെയ്താ കുറെ പ്രശ്നങ്ങൾ അങ്ങ് തീരും. റൂട്ട് കനാൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? അമ്മച്ചി, ലളിതമ്മ, ശാന്തമ്മ, കുഞ്ഞമ്മ, ഞങ്ങളെല്ലാരും കൂടെ പാവാട എടുത്ത് ഇവിടെ കെട്ടി റോട്ടിൽ കിടന്ന കനാലി എന്ത് മാത്രം നീന്തി തുടി. അത് റോട്ടിലെ കനാല്, ഇത് റൂട്ട് കനാല്. ഇത് വേറെ മോൻ പണ്ടമ്മച്ചിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. സിനിമാ നടി അംബികാരാധ ഇല്ലേ? അറിയാവോ? അതിന്റെ അപ്പുറത്തുള്ള സാവിത്രിനെ അറിയാമോ? അവരുടെ വീടിന്റെ അപ്പുറത്തുള്ള സാവിത്രി സുന്ദരി. സാവിത്രി? അങ്ങനെ ഒരു സുന്ദരി ഉണ്ടായിരുന്നു. അവളെ പോലെ ഇരുന്നേച്ച അമ്മച്ചി. അമ്മച്ചിയുടെ നല്ല പ്രായത്തിൽ അമ്മച്ചീനെ അവളക്കായി എന്ത് മാത്രം ആമ്പിള്ളേർ അമ്മച്ചിയുടെ പുറകെ നടന്ന്. അമ്മച്ചി വളഞ്ഞില്ല, പക്ഷെ ഇന്നിപ്പൊ അമ്മച്ചി വളഞ്ഞപ്പോ ഒരുത്തനും ഇല്ല. ഭയങ്കര കഷ്ടം തന്നെ. അത് പോട്ട്, കുഴപ്പമില്ല. ഇതെങ്ങനെ വന്ന്? മുറുക്കാൻ ചോദിച്ചപ്പോ വന്ന്. മുറുക്കണോ? മുറുക്കണ്ട, ഇളകി കിടക്കണല്ലേ, എല്ലാം ഇളക്കി പറിച്ച് കളഞ്ഞേക്കും. അതല്ലെന്ന് മുറുക്കുവോന്ന് നിങ്ങള്? വല്ലപ്പോള്. ഇതെങ്ങനെ വന്ന്? ഞാന് ഓട്ടോയില് കേറൂല, ടാക്സിയില് കേറൂല, ബസ്സിൽ കേറൂല. 10 രൂപ മുറുക്കാൻ മതി ഇട്ട് വായിലോട്ട് ഇട്ടാ 120 കിലോമീറ്റർ മൈലേജ് കിട്ടും. അമ്മച്ചി നടന്നിങ്ങാട് പറഞ്ഞു. ഒന്ന് പറിച്ചെടുക്കുമാന. പറിച്ചെടുക്കാം. പിന്നെ ഇത് ഇങ്ങനെ പറിക്കാൻ നേരത്ത് ആരെങ്കിലും ഒക്കെ കൂടെ വേണം. കൂടെ ഉണ്ടായിരുന്നു. ആര്? എന്റെ മോൻ. എന്നിട്ട് അവ എവിടെ? ഒന്നും പറയണ്ട. അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് മക്കളുണ്ടായിരുന്നില്ല. അമ്മച്ചിയുടെ അങ്ങേര് എന്നും കാലത്ത് പണിക്ക് പോകും, രാത്രി വരും. എന്നും പണിക്ക് പോകും, രാത്രി വരും. അങ്ങനെ ഒരു ദിവസം കൊണ്ടുവന്ന് തന്നൊരു മോനുണ്ട്, ഉണ്ണിക്കുട്ടൻ. അങ്ങേര് എനിക്ക് തന്നിട്ട് പോയി. ഉണ്ണിക്കുട്ടൻ എന്റെ കൂടെ അവിടം വരെ വന്നപ്പോ നിങ്ങളുടെ ആശുപത്രിയിലെ ഒരു തട്ടുകടയില്ലേ മോനെ, ആ മൂലക്ക്? അവിടെ കേറി എന്റെ മോൻ പാറയുടെ പണിക്ക് പോകും കേട്ടാ. പാറയുടെ പണിക്ക് പോയി പാറമടയിൽ കിടന്ന് കട്ടമുട്ടം പണിയെടുക്കും. പാറ പോലത്തെ ഉരുക്കാണവൻ. അവൻ 1500 രൂപയുടെ പണി എടുത്തു കഴിഞ്ഞാൽ 100 രൂപ അമ്മച്ചിക്ക് തന്നിട്ട് ബാക്കി 400 രൂപ. അല്ല, കണക്ക് തെറ്റിപ്പോയി. 1400 രൂപക്ക് അവൻ മുണുങ്ങും. ക്യാന്റീനിൽ കയറി അവൻ തിന്നാൻ പോയ. അവൻ വന്നാലേ നമുക്കൊല്ലാം ചെയ്യാൻ പറ്റൂ. എന്റെ അമ്മച്ചിയുടെ മോൻ. എന്റെ ഉണ്ണിക്കുട്ടൻ, എന്റെ പൊന്നു. എന്നാക്കിയേ? അപ്പൊ പല്ല് പറിച്ചിട്ടില്ലല്ലേ? പറിച്ചില്ല. ആളില്ലാതെ എങ്ങനെ പല്ല് പറിക്കുന്നത്? ആളുണ്ടല്ലോ, ആളുണ്ട്.
ഞാൻ അത്യാവശ്യമായിട്ട് ദാണ്ട അവിടെ ആ തട്ടുകടയിൽ അവിടെ വരുന്നു പോയേട്ടാ. നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞ അത് ക്യാൻറ്റീൻ. ഇപ്പൊ അമ്മച്ചിയുടെ ഞാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളത് ക്യാൻറ്റീൻ ആണെന്ന്. തന്നെ ഓ എന്തുമാത്രം കിടില ആഹാരങ്ങളാണ് അവിടെ ഉള്ളത്. അമ്മച്ചി ഓ ഞാൻ വന്നു കേട്ടാ, നമുക്ക് എന്താന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. നിന്റെ ഉടുതുണ്ടി എവിടെ? പറഞ്ഞാലും നിന്റെ ഉടുതുണി എവിടെ? മുണ്ടെവിടെ? ഒരു ആശുപത്രിയിൽ കേട്ട ഒരു മര്യാദ വേണ്ടേ? ഉടുതുണി എവിടെയെന്ന്? അല്ല ഞാൻ മുണ്ടെടുത്തോണ്ടാണ് വന്നത്. എന്നിട്ട് എവിടെയെന്ന്? മുണ്ടെടുത്ത് ഞാൻ ഈ കാന്റീനിൽ കയറിയല്ലോ. കാന്റീനിൽ ഇഷ്ടംപോലെ മധുരമല ഒരു ഇട്ടു പുന്നി എന്തൊരു ടേസ്റ്റ് എന്നറിയാവോ. അവസാനം ഞാൻ ഇതെല്ലാം കൂടെ മാറ്റോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ അമ്മച്ചി അവിടെ ഒരു ബോണ്ട ഉണ്ടായിക്കൊണ്ടിട്ട് വറുത്തത്. അതാണ് ഈ 12 രൂപ, എന്റെ ആണെങ്കിൽ 10 രൂപ ഉള്ളൂ. ആദ്യമായിട്ടൊരു കടയിൽ കയറുമ്പോ അത് കടം പറയണ തെറ്റല്ലേ. പിന്നെ മുണ്ടൂരി കൊടുത്തിട്ട് ഞാൻ ഇത് മാറ്റോണ്ട് ബോണ്ടേ മാറ്റോണ്ട് ഇങ്ങനെ പോന്നു. ഉണ്ണാൻ കിട്ടിയ ഉടുതുണി അടക്കം അവന് വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ പല്ലൊക്കെ എടുക്കോ? പല്ല കിടക്കാം. ഞാൻ രാജാവിന്റെ പ്രത്യേക. അതല്ല പല്ലെടുക്കോന്ന്. പിന്നെ പല്ലെടുക്കാലേ തുറന്നു വെച്ചേക്കുന്നത് ഇവിടെ. എത്ര രൂപയാണ്? 2000 രൂപ. 2000 രൂപ? ഈ 2000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒന്നൊരു പല്ല് തുറന്നെങ്കിൽ കൊടുക്കണം 500 രൂപ. പിന്നെ മരുന്ന് സാധനങ്ങൾ വേറെ 500. പിന്നെ ഇഞ്ചക്ഷൻ, പിന്നെ പല്ല് പറിക്കണത് എല്ലാം 2500. നിനക്ക് ലാഭമാണ് 2000 രൂപയ്ക്ക്. എന്റെ ഒരു 10-600 രൂപയുണ്ട്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല. അത് ഞാനങ്ങ് തരും. ഒന്ന് ആട്ടി തന്നാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ബാക്കി ഞാൻ വീട്ടിൽ നാട്ടിയെ പോരാ. നീ ഇങ്ങോട്ട് അവരെ പറഞ്ഞു വിട്ടത് ശരിയാവില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണത്. അതല്ല മക്കളെ, ഡാക്ടർ പേര് പറഞ്ഞില്ലല്ലോ. ചോദിക്കണം, ചോദിച്ചാലേ പറയുള്ളൂ. ഈ അമ്മച്ചിക്ക് വേദന ഇല്ലാതെ പല്ലെടുത്ത് കൊടുക്കണം. അല്ല അമ്മച്ചി ഞാൻ പറയട്ടെ, അമ്മച്ചി പല്ല് വയ്യാതിരിക്കല്ലേ. ഇത് ഒരുപാട് ഡോക്ടർമാരെ കൊണ്ടുവന്ന് കാണിച്ചു. ഇതുവരെ അമ്മച്ചിയുടെ പല്ലിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ സാധാരണ ആപ്പ ഡോക്ടർമാരെ കണക്കൊരു ഡോക്ടർ അല്ല. ഞാൻ ആദ്യം പല്ല് ആദ്യം ചെക്ക് ചെയ്യും, രണ്ടാമത് ലൈറ്റ് വെക്കും, മൂന്നാമത് ഫ്രെയിം സെറ്റ് ചെയ്യും, എന്നിട്ടേ ഞാൻ ഈ പല്ല് പറിക്കുള്ളൂ. പേരെന്തിന്? എന്റെ പേരാണ് ഡോക്ടർ രാജേഷ് കുമ്പളം. കുമ്പളങ്ങ കച്ചവടക്കാരൻ. പിന്നെ കുമ്പളങ്ങ കച്ചവടക്കാരല്ലേ. ശരിക്കും പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് തിരികെയും ചെയ്ത് എറണാകുളത്ത് എത്തി. ഇടയ്ക്കുള്ള സലോണി കുമ്പളം. അതുകൊണ്ടാണ് അങ്ങനെ മക്കളെ വേദനിപ്പിക്കാതെ പറിക്കും മക്കളെ. പെട്ടെന്ന് എടുക്കണം. എനിക്ക് പിന്നെ ഗുരുവായൂർ പോകണം ആനകൂട്ടിനും. ആനപ്രേമിയാണോ? ആനപ്രേമിയല്ല, പിന്നെ അവിടെ ഈ ആനകൂട്ട് കഴിയുമ്പോഴേക്കും ഇഷ്ടം പോലെ ഫുഡ് മിച്ചാൻ പറ്റും. ഇവനെ പേടിച്ചിട്ട് ഞങ്ങളുടെ അവിടെ അമ്പലത്തിലൊക്കെ അന്നദാനം നിർത്തി. രാത്രി 10:30 കഴിഞ്ഞിട്ട് എല്ലാരും കല്യാണം വിളിക്കാൻ വരുവുള്ളൂ. അല്ലെങ്കിൽ ഇവൻ ചോദിക്കും എന്തിന് വന്ന്, ഏതിന് വന്ന്, എവിടെ കല്യാണം, ഏത് വീട്ടില്, സദ്യ കാര്യം ഉണ്ടാവൂലേ മോനെ. അതിനു മുമ്പ് ഇവൻ തിന്നു കളയുമല്ല. അമ്മച്ചി നിങ്ങൾ ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റും. അമ്മച്ചി എന്തോ അമ്മച്ചി നമ്മൾ ഇങ്ങോട്ട് പോർണ വിളിക്കാൻ അമ്മച്ചി. നമ്മളെ വീട്ടിലെ പട്ടിയുള്ള ജിമ്മി തൊടലും പൊട്ടിച്ചോണ്ട് പോയാ അമ്മച്ചി. തൊടലും പൊട്ടിച്ചോണ്ട് പോയാ അമ്മച്ചി. ഓ ഭഗവാൻ, തുണച്ച് പട്ടിണി കിടന്നില്ലേ ചത്തേനെ. ഡോക്ടറെ കേക്കണം, ആ പട്ടി കിടന്ന് പ്രാഗി 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 പട്ടിണി കിടന്ന് ചാകാനായി. എത്രയും പെട്ടെന്ന് നീ ഇളക്കി കളയാം. എത്രയും പെട്ടെന്ന് പല്ല് പറിക്കും. പക്ഷെ എന്റെ അപ്പ ഉണ്ടായിരുന്നെങ്കിൽ ടെൻഷൻ ഇല്ലായിരുന്നു. ടെൻഷൻ അടിക്കണ്ട, രാജേഷ് കുമ്പളം നോക്കും, എല്ലാം നോക്കും. രാജേഷ് കുമ്പളം അങ്ങനെയാണ്. ടെൻഷൻ അടിക്കണ്ട. പറിക്കും പോലെ ഇപ്പം പറിച്ചു വെച്ചേരും. പിന്നെ ഞാൻ ഈ പല്ലിളക്കുമ്പോ സംസാരിക്കരുത്. ആൾക്കാർ വിചാരിക്കുന്നത് എല്ലാം കൂടെ മുറുക്കാൻ തെറിച്ചിട്ടേ എനിക്ക് പിമ്പിൾസ് വന്നതാണ്. അങ്ങനെ സാധനം ഉണ്ട് അമ്മച്ചി. അതുകൊണ്ട് അമ്മച്ചി അധികം സംസാരിക്കല്ലേ കേട്ടാ. നമുക്ക് നോക്കാം. കൃഷ്ണ കൃഷ്ണ മകന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ നാരായണ. ഭഗവാനെ ഗുരുവായൂരപ്പ പേടിയാണ്. സൈലന്റ് ആക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കാതെ ഇങ്ങനെ പിടിക്കും. എങ്കിൽ അതൊന്ന് ഇളക്കാൻ പറ്റും. എനിക്ക് ഇന്ന് അസിസ്റ്റന്റ് ഇല്ല. അവിടെ ഞാൻ ഒന്നിന്റെ സാധനങ്ങൾ പറയുമ്പോ അതെല്ലാം ഇനി എടുത്തു തരണം. പ്രോപ്പർട്ടി വരെ ചതിച്ചു തുടങ്ങി. സമാധാനപ്പെടേ. അമ്മച്ചി പറിച്ചു. അമ്മച്ചി പറിച്ചു. അമ്മച്ചി പറിച്ചു. അത് ഇളക്കിട്ട പല്ലാണെന്ന്. പല്ല ഞാൻ വിചാരിച്ച കറുത്ത കുളിയെന്ന്. ഇറങ്ങിപ്പോയാ ഇതിപ്പോ ഗുരുവായില്ല. അത് എന്താ പരിപാടിയാണെന്ന് പറ. പല്ല കാര്യമുണ്ടാ? എന്തേ 5 വർഷം MBBS എടുത്ത ആളല്ലേ ഞാൻ. അതുകൊണ്ട് ഞാനല്ലേ പല്ല് പറിക്കാനുള്ളത്. അല്ല അവരെന്തിനു പറഞ്ഞത്? മോനെ പറഞ്ഞില്ല. മക്കളെ നിനക്ക് ലാഭമല്ലേ. നീ 500 രൂപ അമ്മച്ചിക്ക് കരിയറിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അറിയാമോ? ഞാൻ ഇത് തിന്നോണ്ടിരിക്കും. ഞാൻ അറിഞ്ഞില്ല സംഭവം. നിന്നെ എത്ര തവണ ഞാൻ കിടന്ന് വിളിച്ചാ നീ വിളിച്ചാ? ഇപ്പൊ ആര് പല്ലിളക്കിയാര്? ഞാൻ പറിച്ചു. അമ്മച്ചി പറിച്ചു മോനെ പല്ല്. കള ഇത് വീട്ടിൽ വെച്ച് പറിച്ചുകൂടായിരുന്ന. വണ്ടിക്കൂലി കൊടുത്ത് കൂടെ വരണ. അതിനും കൂടി വേണ്ട ആച്ചു തിന്നൂടായിരുന്ന. പൈസ എത്ര രൂപ വണ്ടിക്കൂലി ആയെന്നറിയാമോ? ചുമ്മാ പല്ല് എവിടെ? അതെ 500 അങ്ങോട്ട് വരണം. എന്തിന്?
എനിക്ക് കുറച്ച് തിന്നാനും വാങ്ങിക്കണം, പിന്നെ എന്റെ മുണ്ട് അവിടെ വെച്ച് ആ പൈസ വാങ്ങിക്കണം. പല്ല് പറിച്ചതിന് പക്ഷേ ഞാൻ തരുവേ, ഞാനല്ലേ പല്ല് പറിക്കാനുള്ളത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടറെ ചോര വന്നു ഡോക്ടറെ. പിടിച്ചോ. അതാണ് പറഞ്ഞ അറിഞ്ഞൂടാത്ത ഒരു പല്ല് പറിച്ചാൽ ചോര വരും. ഞാനാണെങ്കിൽ ഇതാണ് ഒരു ഇല അനങ്ങാത്ത രീതിയിൽ നമ്മൾ ഇറക്കിയായിരുന്നു. ഡോക്ടറെ ഇതിപ്പം അമ്മച്ചിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇതിപ്പോ 2 മണിക്കൂറത്തേക്ക് ഒബ്സർവേഷൻ ആണ്. ചോര നിന്നാലേ വല്ലതും തിന്നാൻ പറ്റും. എന്റെ അമ്മച്ചിക്ക് 2 മണിക്കൂറത്തേക്ക് ഒന്നും തിന്നാൻ പറ്റൂലേ? എന്റെ അമ്മച്ചിക്ക് 2 മണിക്കൂറൊന്നും തിന്നാൻ പറ്റൂല. എന്റെ അമ്മച്ചിക്ക് 2 മണിക്കൂർ അമ്മച്ചിക്ക് 2 മണിക്കൂറിന് ഒന്നും തിന്നാൻ പറ്റില്ല. പാവാജി ഡോക്ടർ വഴക്ക് പറയും. ഇത് ഇപ്പൊ ഇതാണ്ടെ മരിച്ചിനി മീനും. അമ്മച്ചിക്ക് 2 മണിക്കൂറൊന്നും കഴിച്ചോളല്ലോ. കണ്ണു നോക്കട്ടു. എന്താ ഷുഗർ ഉണ്ടല്ലോടാ? ഇല്ല. ഷുഗർ ഉണ്ട്. ഷുഗർ ഉള്ളവരാണ് കപ്പ തിന്നുന്നത്. ഷുഗറുള്ളവർ കപ്പ തിന്നൂല. ഷുഗർ ഉള്ളവർ കപ്പ തിന്നൂല. അമ്മച്ചി ഷുഗർ ഉള്ളവർ കപ്പ തിന്നാൻ പറ്റൂല. കപ്പ മീൻ നല്ല കപ്പ മീനുമായിരുന്നു. അതിപ്പോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നോക്കട്ട്. 10% ഷുഗർ ഉണ്ട്. 10% എന്ന് പറഞ്ഞാൽ ഇവൻ നടക്കുമ്പോ 10-40 വരും. ഷുഗറുള്ള നീയാണ് ഈ കപ്പന്മാ. അപ്പൊ ഇത് കുറയാൻ വേണ്ടി എന്ത് ചെയ്യും? കുറയാൻ വേണ്ടി കഴിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഡോക്ടർക്ക് വരത്തില്ലേ? ഞാൻ മീനും കൂട്ടിയല്ലേ കഴിക്കണം. അപ്പൊ എനിക്ക് പിന്നെ ഷുഗർ വരും. അമ്മച്ചി നോക്കാമ്മച്ചി, എന്റെ ഇതെല്ലാം കൂടി അങ്ങനെ മാറ്റി വെച്ച് തിന്നണ അമ്മച്ചി. അപ്പൊ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞ സംഭവം തീരുവോ? അങ്ങനെ തീരില്ല. പറഞ്ഞ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ പിന്നെ വല്ലതും പറ. ഇത് പറയാം. ഞാൻ ഡോക്ടറാണ്. ഞാൻ ഇവരെ കൊണ്ടുവന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ്. ഞാൻ എന്തിനു പറയാം? നിന്റെ പല്ല് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മതി. അമ്മച്ചി എന്തെങ്കിലും പറയാം അമ്മച്ചി. നിങ്ങളെ ചികിത്സിക്കാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് 2 മണിക്കൂറൊന്നും ഉണ്ടാൻ പറ്റൂല. വായിൽ കഞ്ഞി ഇരിക്കണേ, ഉണ്ടാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞേക്കണേ. പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞത് അവസാനിപ്പിച്ചേ പറ്റൂ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യാം. അമ്മച്ചീരെ വിദഗ്ധ ചികിത്സയ്ക്ക് നമ്മൾ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞാലോ? മനസ്സിലായില്ല. അമ്മച്ചീരെ വിദഗ്ധ ചികിത്സയ്ക്ക് നമ്മൾ അമേരിക്കയിൽ പോകുന്നു എന്ന് വെച്ചാ ഇറങ്ങി പോടാ. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.